ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു 2-3-4 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഇതാ അങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് തൊലി ഇതുപോലെ ഇങ്ങനെ കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നിച്ചല്ലാത്ത ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ പാചകം ചെയ്ത് പഠിക്കുന്ന കുട്ടികളെ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാത്ത വീട്ടമ്മമാർക്കൊക്കെ അത് നന്നായിട്ട് അറിയുണ്ടായിരിക്കും. ഇതാ നമ്മളിത് ഒരു ഇത്ര സൈസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇതാ ഒരു ഇത്ര സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അല്ലാതെ ഞാനൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. എല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഉള്ളിൽ നല്ല കാമ്പുള്ള സൈസ് ആവണം കേട്ടോ. അപ്പോഴേ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതാ ഈ വണ്ണുള്ളത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇതാ ഒരു പോലെ കട്ട് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടാം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല എരിവൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. അതുപോലെ അപ്പോൾ ഉള്ളിൽ കാമ്പില്ലാത്ത ഡ്രം സ്റ്റിക്ക് എടുക്കുമ്പോൾ അത് നമുക്ക് തോരൻ വയ്ക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പും നമുക്ക് കടിച്ചെടുക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെല്ലാം അതുപോലെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഈ മുരിങ്ങക്കായ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നു. ഇനി നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരരുത് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആവാൻ വേണ്ടി കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിൽ നമുക്ക് അടിച്ചിട്ടെടുത്തിട്ടൊന്ന് വരാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലാതെ ഒന്ന് അടിച്ചെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇതാ നമ്മൾ ഉടച്ച് നോക്കുമ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേറെ വേവുമ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ കണ്ടില്ലേ, തേങ്ങ, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി കണ്ടില്ലേ, ഇത്രയും ചതച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഈ തേങ്ങേൻ്റെ നീരൊക്കെ നമ്മളെ മുരിങ്ങക്കായയിൽ പിടിച്ച് കിട്ടുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക കേട്ടോ. പിന്നെ ഇത് വേറെ രീതിയിലും നമുക്ക് തോരൻ വയ്ക്കാം. ഇതിൻ്റെ കാമ്പ് മാത്രം എടുത്തിട്ട്, ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം കാമ്പ് മാത്രം ഒന്ന് ചുരണ്ടി എടുത്തിട്ട് അതും മാത്രമായിട്ട് ഇതുപോലെ ഇങ്ങനെ തോരൻ വെച്ചെടുക്കാം കേട്ടോ. ഏതുപോലെയായാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങക്കായ തോരൻ റെഡിയായി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ വറവിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കരിവേപ്പില ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ താളിച്ചാലും മതി. കറിവേപ്പില നന്നായിട്ട് ഇട്ടാൽ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ അതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, എണ്ണ ഓയിലൊന്നുമല്ല, നമ്മളെ നാടൻ തോരനല്ലേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളെ തോരൻ റെഡിയായി. ഇനി ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
എന്നാലേ ഞാൻ അടുത്തിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.